അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സ്നേഹത്തോടെ അറബിയുമ്മ അതാ ഷാമിലിനെ സ്വീകരിച്ചു. അത് അറബിയുമ്മ കൊടുക്കുവാൻ വിചാരിച്ച ആ ഒരു ഗിഫ്റ്റ്, അതായത് ബുഷിക്ക്. മോളെ ബുഷി, വന്ന് നോക്കിക്കേ, നിനക്കിതൊരു ഗിഫ്റ്റ്. ശരിക്കും അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് ബുഷി അങ്ങോട്ട് വന്നു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഷാമിലോ? അവൾ അവളുടെ തട്ടമൊന്ന് ശരിയാക്കി. അതെ, മുഖം ഒന്ന് മറച്ചു. എന്താ മോളെ? എന്തൊക്കെ തന്നെയല്ലോ കാത്തിരുന്ന ആളെത്തി അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് അതും കൂടി ഉണ്ട് ആക്കിയാലോ? എന്താ? ആ, അത് എന്താ മോളെ, മോൾക്ക് ഇഷ്ടല്ലേ? എന്നാൽ സത്യം പറഞ്ഞ ഷാമിലിന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു നാണമാണ് തോന്നിയത്. അത് പെട്ടെന്ന് അവനിപ്പോൾ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. കാരണം വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ ആയിട്ട് മനസ്സിന് താളമൊക്കെ ആകെ തെറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനത് കേട്ടപ്പോൾ അതൊരു വല്ലാത്തൊരു, മോന് ഷാമിൽ, മോൻ വിഷമിക്കണ്ട കേട്ടോ, മോൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്നിട്ട് മതി. അല്ല, അറബിയുമ്മ എന്തെങ്കിലും അറിഞ്ഞോ എൻ്റെ വീട്ടിലത്തെ കാര്യമായിട്ട്? അറബിയുമ്മ, മോനെ, ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും. നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം എത്രമാത്രം പ്രശ്നങ്ങൾ നിനക്കുണ്ടെന്നുള്ളത്. ആ, പിന്നെ വീട്ടിലത്തെ കാര്യം, ഉപ്പയുടെ കാര്യം എല്ലാം കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ മോൻക്ക് ബുദ്ധിമുട്ടാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം. ഇൻഷാ അള്ളാ അതൊക്കെ ഒന്ന് റിലാക്സ്, അതൊക്കെ റെഡി ആവട്ടെ. റെഡി ആയിട്ട് നമുക്ക് ഇൻഷാ അള്ളാ നടത്താം. കാരണം അത്യാവശ്യമുള്ള ആളുകളുടെ നിക്കാഹൊക്കെ ഇവിടെ കഴിഞ്ഞ് സുഖസുന്ദരമായി അവർ ജീവിക്കുകയാണ്. ഇപ്പം എന്നെ പോലും വേണ്ട. എന്തൊക്കെയായിരുന്നോ? ഹോ, ഹംദയും അജ്മലും മുഹ്സിനയും സിനാനും നൂർ ഫാത്തിമയും നാഫി ഉസ്താദും തലാലും മാഷിത്തയും. മാഷാ അല്ലാ, എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. ഇനി എൻ്റെ ഷാമിൽ മോനുണ്ട്. ഷാമിൽ മോനെ കൂടി ഒന്ന് സന്തോഷിപ്പിക്കണം. എന്നാൽ പെട്ടെന്ന് ഉമ്മുൽ ഖൈർ അങ്ങോട്ട് വന്നു. അത് കേട്ടുകൊണ്ട് ഇൻഷാ അല്ലാ പെട്ടെന്ന് ഷാമിലിൻ്റെ കല്യാണം കഴിപ്പിക്കണം. അതെ, എനിക്ക് ഒരു മരുമകളെ കിട്ടുമല്ലോ. എന്നാൽ അത് കേട്ട് അറബിയമ്മ പറഞ്ഞു, മോളെ ഉമ്മുൽ ഖൈർ, അതെ, വീട്ടിലെ ആളുകളൊക്കെ വേണം ഇഷ്ടം പോലെ. എനിക്ക് ഒരേ ഒരു മകനായിരുന്നു എൻ്റെ തലാലും ഞാൻ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. പക്ഷെ മദീനയിലേക്ക് വരുന്ന ആളുകളെയൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ പറയും ഗസ്റ്റായിട്ട്. അവർക്ക് റൂമും കാര്യങ്ങളും കൊടുക്കും, ഫുഡ് കൊടുക്കും. എന്തെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷവും സമാധാനമാണ്. അപ്പോൾ ഇപ്പം അൽഹംദുലില്ലാ ഇവരുടെ കല്യാണമൊക്കെ ഞാൻ നടത്തി കൊടുത്തു. റാഹത്തോടു കൂടെ ഈ കൊട്ടാരത്തിൽ ആളുകളായി കഴിഞ്ഞു. നൂർ ഫാത്തിമക്ക് കുഞ്ഞ്, രണ്ടാമത്തെ ഗർഭിണി. അങ്ങനെ മുഹ്സിനയ്ക്ക്, അല്ലാ റബ്ബേ, ഒക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. റഹ്മാനെ, എനിക്ക് വലിയൊരു കുടുംബം നീ നൽകിയല്ലോ. എനിക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇപ്പോൾ എനിക്ക് ഒരുപാട് മക്കളാണ്. അതെ, പെൺമക്കളായിട്ടും ആൺമക്കളായിട്ടും. ഈ കൊട്ടാരത്തിൽ നിൽക്കാൻ കഴിയുന്നവരൊക്കെ ഞാൻ ഇവിടെ നിർപ്പിക്കും. പിന്നെ പുതിയ ബിൽഡിംഗ് ഉണ്ടല്ലോ, പുതിയ കൊട്ടാരം, അവിടേക്കും പറഞ്ഞേക്കാം അവരുടെ ഇഷ്ടം എന്താണെന്ന്. എന്നാൽ എല്ലാവർക്കും ഇഷ്ടം ഇവിടെ തന്നെയാണ്. കാരണം എന്താ? മദീന മുനവറ ഇവിടെ അടുത്ത് തന്നെയല്ലേ, എപ്പോഴും പോകാലോ. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ സൗകര്യത്തിൽ തന്നെ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് പുതിയ വീട് ഇഷ്ടമില്ലായിട്ട് ഒന്നുമല്ല. എൻ്റെ മോൻ തലാല് പറയും, എന്തിനാ ഉമ്മ എന്നാൽ വെറുതെ വീടുണ്ടാക്കിയിട്ടത് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, പൊന്നു മോനെ, വലിയ വീടുണ്ട്, കാര്യങ്ങൾ സൗകര്യമൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നു മോനെ, ഇവിടെ നിന്ന് ഇതാ എനിക്ക് കുറച്ച് ദൂരേ ഉള്ളൂ മദീനത്തേക്ക്. അതുകൊണ്ട് എനിക്ക് അതല്ല മോനെ എളുപ്പം. ഹബീബിൻ്റെ ചാരത്ത് പോയിരിക്കാറിനാൽ തന്നെ റബ്ബേ, ആ ഒരു ചാൻസ് നഷ്ടപ്പെടുത്താൻ പറ്റുമോ? ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ജീവിതം നിറച്ച് ആകെ കുറച്ച് കാലമല്ലേ ഉള്ളൂ. ആ, നമ്മുടെ മൂത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, 60-ൻ്റെ 70-ൻ്റെ ഇടയിലാണ് എൻ്റെ ഉമ്മത്തികളുടെ മരണം കൂടുതലായിട്ട് എന്ന്. നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിലല്ലേ മരണപ്പെട്ടു പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും, എനിക്ക് ഇഷ്ടമാണ് ഗസ്റ്റുകളൊക്കെ വരുന്നത്. ഗസ്റ്റുകൾ വരുന്നതും ഭക്ഷണം ഉണ്ടാക്കണതും കൊടുക്കണമൊക്കെ അത്രയ്ക്കും ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്ക്. എന്താ അറിയില്ല, ഞാൻ ആരൊക്കെ തന്നെയാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെ. എന്നാൽ ഷാമിലിൻ്റെ കാര്യത്തിലും പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് അറബിയമ്മയുടെ ആഗ്രഹം. എന്നാൽ ഈ സമയം നാട്ടിൽ നിന്ന് നമ്മുടെ റസിയയും മുത്തവും വരികയാണ്. അവർ എയർപോർട്ടിലെത്തി രണ്ടുപേരും. അത് ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് അവൾ പോയത്. മുത്തുവാണെങ്കിൽ അപ്പുറത്ത് നിന്ന് വരികയും ചെയ്തു. രണ്ടുപേരും എയർപോർട്ടിലെത്തി. ഉമ്മ പറഞ്ഞു, മക്കളെ നല്ല രീതിയിൽ പോകണം കേട്ടോ, യാതൊരു കുഴപ്പമൊന്നുമില്ലാതെ. ഇല്ല ഉമ്മ, ഉമ്മ മോളെ വിടാൻ ആഗ്രഹം ഇല്ലായിട്ടല്ല, നമ്മളവസ്ഥ നിനക്കറിയില്ലേ.
ആ ഉമ്മ കരയുകയായിരുന്നു. ഉമ്മ നിങ്ങളൊന്നും കൊണ്ട് കരയണ്ട. അതെ, ഞാൻ ഇവിടെ വീട്ടു ജോലികൾ എടുക്കാൻ പോകണം, അതുകൊണ്ട് നമുക്കൊന്നും കിട്ടൂലല്ലോ. അവിടെ ആകുമ്പോൾ ഗദ്ദാമയുടെ എന്ത് ജോലി എടുക്കാനും ഞാൻ തയ്യാറാണ് ഉമ്മ. അതെ, ഇവിടെ ഇനിയിപ്പോൾ നേരം വെളുത്ത് വൈകുന്നേരം വരെ അടിച്ചു വാരലും തുടക്കലും പാത്രം മോറലും കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഉമ്മ കുറഞ്ഞ പൈസയൊക്കെ അല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഉമ്മാനെ മരുന്നിന് പോലും എനിക്ക് തയ്യാറില്ല പലപ്പോഴും. ഉമ്മ ഉമ്മ ഞാൻ പോയിട്ട് വരാട്ടോ. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കെട്ടിപ്പിടിച്ച ഉമ്മ കരഞ്ഞു പോയി. മോളെ, എൻ്റെ കുട്ടി വരുമ്പോഴത്തേ ഞാൻ ഉമ്മ എന്നും ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മോളെ, അഥവാ ഞാനില്ലെങ്കിൽ എൻ്റെ കുട്ടി അവിടെ തന്നെ പിടിച്ചു നിൽക്കണം കേട്ടോ. ഒരിക്കലും എളാമാൻ്റെ അടുത്തൊന്നും പോയി നിൽക്കരുത് കേട്ടോ. കാരണം എളാമ കുറച്ച് എനിക്കറിയണമല്ലേ കേട്ടോ. ആ ഉമ്മയുടെ കണ്ണീരോടെയുള്ള വാക്കുകൾ അത് അവൾ ശരിവെച്ചു. അങ്ങനെ അതാ അവർ എയർപോർട്ടിനകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ മുത്തു, ഉമ്മ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അതെ, അവൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം അവനക്ക് ഉമ്മയില്ല. ഉമ്മ എന്ന് വിളിച്ചപ്പോൾ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഉമ്മ എന്നാൽ ശരി കേട്ടോ. മോനെ, എൻ്റെ റസിയെ നല്ല നോക്കണം കേട്ടോ. ആ ഓക്കെ ഉമ്മ. എന്നാൽ അവർ രണ്ടുപേരും അതാ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി പോകുന്നു. പോലീസ് ചെക്കിംഗ് ആണ്, അവരുടെ പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നു. എന്നാൽ എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ മുത്തുവിന് വല്ലാത്തൊരു സങ്കടം. എന്തെന്നറിയില്ല, റസിയ എന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല. അത് റസിയക്ക് ഞാനൊരു ഭാരം പോലെ തോന്നുന്ന പോലെ. സാരല്ല, എങ്കിലും ഓളെ ഞാൻ കെയർ ചെയ്യും. ഓൾക്ക് ഇനി പിന്നെ എത്ര വെറുപ്പാണെങ്കിലും ഓളെ കാര്യമൊക്കെ ഞാൻ നോക്കും അവന് വിചാരിക്കുന്നു. അങ്ങനെ അതാ അവർ കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ അവിടെ നിന്നൊക്കെ പോയി നേരെ അതാ ഫ്ലൈറ്റിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പ്. അതിനിടയിൽ കണ്ണ് പരിശോധനയും എല്ലാം കഴിഞ്ഞു. എല്ലാം ഓക്കെയാണ്. എന്നാൽ എയർപോർട്ടിനകത്തുള്ള ഫുഡിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ അവളോട് ചോദിച്ചു, അത് റസിയ, നിനക്ക് എന്തെങ്കിലും ഇവിടുന്ന് വേണോ ഫ്ലൈറ്റിൽ വെച്ച് കഴിക്കാനൊക്കെ? ഇനി ഒരുപക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിയാലോ? എന്നാൽ റസിയ പറഞ്ഞു വേണ്ടെന്ന് തലയാട്ടി. എങ്കിലും അവൻ കരുതി. അതെ, അവൻ എന്തോ ഒരു ഫുഡ് ഐറ്റംസൊക്കെ അവിടുന്ന് വാങ്ങി വെള്ളക്കുപ്പി ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സും കരുതി അവൻ്റെ ബാഗിൽ വെച്ചു. അങ്ങനെ അത് അവർ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഫ്ലൈറ്റിൽ രണ്ടു പേരും രണ്ടറ്റത്തായിട്ടാണ് ഇരുന്നത്. അതായത് എയറോസ്റ്റസിന് പോകുവാനുള്ള വഴി നടുവിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗത്ത് അവനും ഒരു ഭാഗത്ത് റസിയുമായിട്ട്. അല്ലെങ്കിലും സീറ്റൊന്നും ഒരുമിച്ച് എടുത്തിട്ടില്ല, അല്ലെങ്കിലും ഭാര്യയും ഭർത്താവും ഒന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ തന്നെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഫ്ലൈറ്റ് പറന്നുയരാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവരും എയറോസ്റ്റസ് അതാ സീറ്റ് ബെൽറ്റ് ഇടുവാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നു. എന്നാൽ ഒരു നിമിഷം മുത്തു, റസിയ മോളെ ഓക്കെ അല്ലേ? അവൾ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അതെ, എളാമ പറഞ്ഞ ആ ഒരു കാര്യം അത് അവളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് കൊണ്ടിരുന്നു. ശരിയാണ്, എന്നെ മുത്തുക കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ആ ഒരു സ്നേഹം, ഒരു ഇഷ്ടം അതിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതുവരെ അതൊരാൾക്കും കൊടുത്തിട്ടുമില്ല. പക്ഷേ ആ ഒരു വാർത്ത എളാമ പറഞ്ഞപ്പോൾ റബ്ബെ ഹൃദയം പൊട്ടിപ്പോയി. സാരല്ല, എൻ്റെ ആരുമല്ലല്ലോ. എന്തായാലും ഉമ്മ കൂടെ പറഞ്ഞയച്ചതല്ലേ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഫ്ലൈറ്റ് പറന്നുയരുകയാണ്. എന്നാൽ റസിയയോട് മുത്തു പറയുന്നു, പിന്നെ റസിയ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഏയ് എന്തിന് എന്ന് മാത്രം അവൾ മറുപടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് മുത്തുവിൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമമുണ്ടാക്കി. കാരണം അവൾ എന്നിൽ നിന്ന് ഒരുപാട് അങ്ങ് അകന്നു പോയിട്ടുണ്ട്. റബ്ബേ, ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരുന്ന് കല്യാണം പോലും കഴിക്കാതെ കാത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അടുത്തെത്തിയപ്പോൾ അവൾ എന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നോടൊന്ന് കാര്യമായിട്ട് മിണ്ടുന്നില്ല, പറയുന്നില്ല. അങ്ങനെയൊക്കെയാണ്. ആയിക്കോട്ടെ, സാരല്ല, ഞങ്ങൾ കല്യാണമൊന്നും കഴിഞ്ഞൊന്നുമല്ലല്ലോ. ഞങ്ങളെന്ന് വെച്ചാൽ ഇപ്പോഴും അന്യരന്നല്ലേ, അത് മതി, ആ ലിമിറ്റ് മതി. റബ്ബേ, തെറ്റായ രീതിയിലൊന്നും ഞങ്ങൾ നീ കാണല്ലേ അല്ലോ. അതെ, അവൾ തെറ്റായ രീതിയിൽ ഒരു കാലത്ത് തന്നെ അവൾ ആഗ്രഹിച്ചെന്നു ശരി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അവളോട് ബഹുമാനമേ ഉള്ളൂ, അല്ലാതെ വേണ്ടാത്ത രീതിയിലൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ല അവന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഫ്ലൈറ്റ് പറന്നുയർന്നു. ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അതാ ഫ്ലൈറ്റിൻ്റെ ആ ഒരു കാതിലേക്ക് തുളച്ചു കയറുന്ന ആ ഒരു ശബ്ദം അത് മാത്രമായി മാറി.
ആ ഒരു ശബ്ദത്തിൽ ഫ്ലൈറ്റിലുള്ള പലരും അങ്ങ് മയങ്ങിക്കഴിഞ്ഞു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ റസിയയും അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ മുത്തുവിന് സമാധാനമില്ലായിരുന്നു. റസിയെ ഉറങ്ങുമ്പോൾ ഇടയ്ക്കിടെ അവൻ നോക്കുന്നുണ്ട്. നല്ല ഉറക്കാണ്, പഠിച്ചവനെ ഇനി സൈഡുക്കെങ്ങാനും വീഴോ എന്നൊക്കെ ഒരു തോന്നൽ അവൻക്കിങ്ങനെ. എന്താ അറിയില്ല. അവളുടെ ഉമ്മ പറഞ്ഞിരുന്നു, മോനെ എൻ്റെ കുട്ടിയെ സംരക്ഷിക്കണം കേട്ടോ. അതെ, മുത്തുവിനോട് ഒരാളൊരു വാക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കൽ പോലും വാക്ക് ഞാൻ പാലിക്കാതിരുന്നിട്ടില്ല. അത് എന്നോട് പണ്ടൊരിക്കൽ അവൾ പറഞ്ഞതായിരുന്നു, എനിക്ക് മുത്തുവിന് ഇഷ്ടമാണെന്ന്. അതിനുശേഷം അവൾക്ക് വേണ്ടി ഞാൻ വർഷങ്ങളോളം കാത്തിരുന്നു. എന്നാൽ അതിനിടയിൽ അവളുടെ കല്യാണം കഴിഞ്ഞു. എങ്കിലും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പഠിച്ചോനെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടവളാണ് റസിയ. അവൾക്ക് നീ അവളുടെ കുടുംബജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യ് റഹ്മാനെ, സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യ് റഹ്മാനെ എന്ന്. എന്നാൽ അതിനിടയിൽ കേട്ട ആ വാർത്ത കേട്ടപ്പോൾ മനസ്സ് ആദ്യമൊന്ന് സന്തോഷിച്ചു. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ദുഃഖം കടന്നുകൂടി. അതെ, ഏതൊരു പെണ്ണും അത്യധികം ബുദ്ധിമുട്ടാകുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത അവസ്ഥയാണ് അവൾക്ക് ഡൈവേഴ്സ് എന്നുള്ളത്. അങ്ങനെ ഒരു ഭർത്താവ് അവൾ ഡൈവേഴ്സ് ചെയ്തല്ലോ, പാവം ആ പെണ്ണിൻ്റെ അവസ്ഥ ആലോചിച്ചപ്പോൾ സങ്കടമാണ് തോന്നിയത്. എന്നാൽ റസിയുടെ ഇഷ്ടം എന്താ, അതുപോലെ നടന്നോട്ടെ എന്ന് മുത്തുവും വിചാരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ റസിയതാ ഗൾഫിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ തീരെ തന്നോടൊരു മൈൻഡില്ല, മിണ്ടുന്നില്ല. എന്താ റബ്ബേ, ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല റബ്ബേ. ഞാൻ അവളെ വേണ്ടാത്ത രീതിയിലൊന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല. സത്യമായിട്ടും അവൾ അനാവശ്യമായി എന്ത് നോക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായി അവളോട് എന്തെങ്കിലും സംസാരിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ല. പിന്നെന്താ അവൾക്ക് എന്നോട് ഇത്ര ഒരു അവനോരോന്ന് വിചാരിച്ചു. ഒരു പക്ഷേ തെറ്റുകളൊന്നും വരണ്ട എന്ന് കരുതിയിട്ടായിരിക്കും. സൂക്ഷ്മത പാലിക്കുന്ന കുട്ടിയാണ് റസിയ, അതെനിക്ക് നന്നായിട്ടറിയാം. അത് തന്നെ ആയിരിക്കും അവൾ ലിമിറ്റ് പാലിക്കുന്നത്. അങ്ങനെ അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഫ്ലൈറ്റിലുള്ള എല്ലാവരും ഉറങ്ങുകയാണ്. അറിയാതെ അവൻ്റെ കണ്ണുകളും പതുക്കെ അടഞ്ഞു പോകുന്നു. എന്നാൽ ഒരു നിമിഷം അത് റസിയ കണ്ണുകൾ തുറന്നു. പെട്ടെന്ന് മുത്തു, റസിയ ഇതാ ഈ ഫുഡ് കഴിച്ചോളൂ. അവിടെ ഫ്ലൈറ്റിലായിട്ട് ഓരോരുത്തർ അതാ ഫുഡ് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു. റസിയോട് ചോദിച്ചു, റസിയ നിനക്ക് ആ ഫുഡ് വേണം? വേണ്ട. എന്നാൽ പിന്നെ ഇതാ ഞാൻ വാങ്ങിയ ഫുഡുണ്ട് എയർപോർട്ടിൽ നിന്ന്, ഇത് കഴിച്ചോളൂ. ആ കൂൾ ഡ്രിങ്ക്സും അതെ അതിലേക്കുള്ളൊരു നല്ലൊരു പിസയും അവൾക്ക് വേണ്ടി നീട്ടി. എന്നാൽ അവൾക്കത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് വേണമെന്നില്ല. അല്ല, ഇനി എത്താൻ ലേറ്റാകും, പിന്നെ വിശക്കും, നീ ഇത് കഴിക്ക്. സ്നേഹത്തോട് അവൻ നൽകിയ ആ ഒരു ഫുഡ് അവൾക്ക് ഭക്ഷണത്തിന് ഒരിക്കലും നമ്മൾ വേണ്ടെന്ന് പറയരുത്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെയാണെങ്കിൽ നാളെ എങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റസിയ അത് വാങ്ങി വെച്ചു എന്നല്ലാതെ അത് കഴിച്ചില്ല. അവളുടെ മുമ്പിലുള്ള ആ ഒരു സീറ്റിൻ്റെ ട്രേയിൽ അതവൾ അവിടെ വെച്ചു എന്നല്ലാതെ അവൾ അത് തൊട്ടില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മുത്തു അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയാൽ ഒരു മയക്കമാണ്, അത് എത്രയൊക്കെ തന്നെ ഉറങ്ങണ്ടെന്ന് വിചാരിച്ചാലും അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും. അങ്ങനെ അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ കണ്ടത് തൻ്റെ പ്രിയപ്പെട്ടവും ഉമ്മ ചിരിച്ചുകൊണ്ട് വരുന്നതാണ്. പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി പോയി നന്നായി വരിട്ടോ. ഉമ്മാൻ്റെ കുട്ടിക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കാറുണ്ട്. അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമാണ് അവൻ സ്വപ്നത്തിൽ കാണുന്നത്. എന്നാൽ റസിയ അതൊന്നും കഴിച്ചില്ല. കാരണം അവൾക്കത് കഴിക്കാൻ കഴിയുന്നില്ല. ഇതൊന്നുമല്ല റബ്ബേ, ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചൊരു ആളെക്കുറിച്ച് തെറ്റായ രീതിയിലൊരു വാർത്ത കേൾക്കുമ്പോൾ റബ്ബേ, അതുകൊണ്ടാണ് അവൾക്ക് വല്ലാത്ത സങ്കടം വന്നത്. എന്നാൽ അതാ മുത്തു സ്വപ്നലോകത്താണ്. ഒരു നിമിഷം അവൾ മുത്തുവിനെ നോക്കി. മുത്തു നല്ല ഉറക്കത്തിലാണ്. റബ്ബേ, ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. സാരല്ല, അല്ലെങ്കിലും മുത്തു വേറെ ജോലിക്ക്, ഞാൻ വേറെ ജോലിക്ക്, ഞങ്ങൾ ഇനി കാണുക പോലുമില്ല. അതെ, ഒരുമിച്ചൊരു യാത്ര, അത് മാത്രമേ ഉള്ളൂ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അതാ സ്വപ്നത്തിൽ മുത്തുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയണം, പൊന്നു മോനെ, എൻ്റെ കുട്ടി ഒറ്റയ്ക്കാണല്ലോ എപ്പോഴും, എൻ്റെ കുട്ടിക്കൊരു കൂട്ട് വേണ്ടേ? എൻ്റെ പൊന്നു മോനെ, എന്താ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എൻ്റെ കുട്ടിക്കൊരു കൂട്ട് വേണ്ട, മതി ഒറ്റയ്ക്ക് ജീവിച്ചത്. അതെ, ഒരു പെണ്ണിനെ കല്യാണം കഴിക്ക് എൻ്റെ കുട്ടി. അതെ, പിന്നെ മോനെ, അന്ന് പറഞ്ഞ ആ റസിയ, അവൾ എവിടെ? അവളോട് ചോദിച്ചു നോക്ക് മോനെ.
എൻ്റെ കുട്ടിക്ക് പറ്റിയൊരു പെണ്ണാണെങ്കിൽ അവിടെ നിക്കാഹ് കഴിക്ക്, എന്നൊരു കൂടെ ജീവിക്കും മോനെ. എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് ജീവിച്ചത് മതി. എന്നാൽ ഉമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഉമ്മ അത് എന്നെ ആർക്കും ഇഷ്ടമല്ല ഉമ്മ. അതെ, അവൻ്റെ ആ ഒരു വാക്ക് ഉമ്മയോട് കരഞ്ഞുകൊണ്ടായിരുന്നു. പെട്ടെന്ന് അതാ പ്ലീസ് സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അനൗൺസ്മെൻറ്റ് കേട്ടു. അതെ, മേഘത്തിൻ്റെ പാളികളിൽ തട്ടി ചെറുതായ വിമാനമൊന്ന് ഇളകുന്നുണ്ട്. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ധരിക്കുവാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്. ഒരു നിമിഷം അതാ എയറോസ്റ്റസ് പ്ലീസ് എക്സ്ക്യൂസ് മീ സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് അതെ, വെളുത്തൊരു മദാമയെപ്പോലുള്ള ഒരു പെണ്ണ് വന്നിട്ട് തട്ടി വിളിച്ചു. അവൻ ആ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. റബ്ബേ, സീറ്റ് ബെൽറ്റ് ഇട്ട് അവൻ ഒരു നിമിഷം ഓർത്തു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ. ഉമ്മ, എന്നെ ആർക്കും ഇഷ്ടമല്ല ഉമ്മ. ആ ഒരു വാക്ക് അത് ഉമ്മയോട് പറഞ്ഞ് അവൻ വിതുമ്പി കരഞ്ഞിരുന്നു. എന്നാൽ ആ കരച്ചിൽ അത് ശരിക്കും അവൻ്റെ കണ്ണുകളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അവൻ കണ്ണുകൾ തുടക്കുന്നു. പെട്ടെന്ന് അത് റസിയ ശ്രദ്ധിച്ചു. എന്തപ്പോ ഇങ്ങനെ കരയുന്നത്? കരയാൻ മാത്രം ഇപ്പം എന്താ ഉണ്ടായത് ശരിക്കും? എന്നാൽ റസിയ അത് കണ്ടപ്പോൾ അവൾക്ക് സഹിച്ചില്ല. കാരണം തന്നെ അത്രക്കും സേഫ്റ്റിയായി തനിക്ക് തന്ന ഫുഡ് പോലും ഞാൻ കഴിച്ചില്ലല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഞാൻ ഇത്തരക്കാരിയായിരുന്നില്ലല്ലോ. പക്ഷേ വേണ്ടാത്ത രീതിയിലുള്ളതൊക്കെ കേട്ടപ്പോൾ മനസ്സങ്ങ് വെറുത്തു പോയി. എന്തായാലും അതാ മുത്തു കരയുന്നത് കണ്ടപ്പോൾ അവൾ വേഗമെടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിസ്സയും ആ ഒരു കൂൾ ഡ്രിങ്ക്സും അവൾ കഴിച്ചു. മനസ്സിനുള്ളിൽ സങ്കടമുണ്ട്, വിഷമം എല്ലാം കൂടി ഉണ്ട്, അറിയില്ല. അതെ, ഞാൻ ഒരു കാലത്ത് ആഗ്രഹിച്ചു പോയതായിരുന്നു. അതിപ്പോൾ മറ്റൊരുത്തി തട്ടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിനുള്ളിൽ വേദന ആർക്കായാലും ഉണ്ടാവില്ലേ? എന്നാൽ മുത്തു ദയനീയമായി അവളെ നോക്കി. റസിയെ എൻ്റെ ഉമ്മ പറഞ്ഞ ആ കാര്യം വെച്ച്. എന്നാൽ അവൾ ഫുഡ് കഴിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ സന്തോഷമായി. ഹോ, ഭാഗ്യം പഠിച്ചോനെ. റസിയ, ഇനി എന്തെങ്കിലും വേണോ? ഓർഡർ ചെയ്യണോ? വേണ്ട. അവൾ പറഞ്ഞു. എന്തൊക്കെ തന്നെയല്ല, പിസയും ഡ്രിങ്ക്സൊക്കെ കഴിച്ചല്ലോ, അതും വലിയൊരു സന്തോഷമായി. മുത്തു ഉമ്മ പറഞ്ഞ കാര്യം, തന്നോട് ഉമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ കാര്യം റസിയയോട് എങ്ങനെയെങ്കിലും പറയണമെന്ന് മുത്തുവിൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഫ്ലൈറ്റ് ഇറങ്ങട്ടെ ഇൻഷാ അല്ലാഹ്, എന്നിട്ട് പറയാം. അങ്ങനെ അത് അല്പസമയത്തിന് യാത്രയ്ക്ക് ശേഷം അതാ മരുഭൂമി കണ്ടു തുടങ്ങുന്നു. മരുഭൂമിയും പാറക്കെട്ടുകളുമാണ് ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് കാണുന്നത്. അത് അറേബ്യയുടെ മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം അറേബ്യയുടെ മണ്ണിൽ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. ഇൻഷാ അല്ലാഹ്, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.